KSRTCയിൽ ടെക്നിക്കൽ ജീവനക്കാർ മുതൽ എല്ലാ പോസ്റ്റിലും പ്രമോഷൻ. അർഹരെ തേടി പ്രമോഷനെത്തും. സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നാലും പ്രമോഷനായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് തീരുമാനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷൻ ഉണ്ടാകും, അവർക്കെല്ലാം പറ്റുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള അനാവശ്യമായ പ്രൊമോഷനൊന്നും ചെയ്തില്ല. നമുക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട്, റിട്ടയർമെൻറ്റ് വേക്കൻസിയുള്ള അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചത്. നല്ലൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, എന്നാലും നമ്മൾ ചെയ്യാം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാളത്ത് ചേർന്നു. ശാന്തൻ, മലപ്പുറത്താണോ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്? ഇത് വളരെ സന്തോഷകരമായൊരു വാർത്തയാണല്ലോ. സ്വാഭാവികമായിട്ടും KSRTC കുടുംബാംഗങ്ങൾക്കെല്ലാം ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് മന്ത്രിയോടും സർക്കാരിനോടും ആളുകൾക്കൊരു സ്നേഹം ഉണ്ടാകാനും ഉപകരിക്കും. എവിടെയാണ് പറഞ്ഞത്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും സനീഷ്, അങ്ങനെ തന്നെയാണ്. മലപ്പുറത്തെ KSRTC ബസ് ടെർമിനലിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയതായിരുന്നു. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു. പിന്നീട് അത് മാധ്യമപ്രവർത്തകരോടെ വിശദമാക്കുകയായിരുന്നു. അതിലാണ് കൃത്യമായി പറയുന്നത്, ഈ KSRTCയിലെ സാങ്കേതിക വിഭാഗത്തിൽപ്പെടുന്നവർ ഉൾപ്പെടെ, അതേപോലെ ഓപ്പറേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും പ്രൊമോഷൻ നൽകുന്നത്, അർഹരായവരെ പ്രൊമോഷൻ നൽകുക എന്നുള്ളതിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു. ഈ 2026 KSRTCയിൽ നിരവധി റിട്ടയർമെന്റുകൾ ഉള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഓരോ സ്ഥാനങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അർഹരെ പരിഗണിക്കും, അർഹർക്ക് കൃത്യമായി പ്രൊമോഷൻ നൽകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് നേരത്തെ സനീഷ് പറഞ്ഞ പോലെ തന്നെ KSRTC ജീവനക്കാരെ സംബന്ധിച്ചോളം, KSRTC കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഏറെക്കാലം ഏറെ നഷ്ടത്തിൽ ആയിരുന്ന KSRTCയെ അത് ലാഭകരമാക്കി കൊണ്ടുപോകാൻ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ജീവനക്കാരോടുള്ള ആദരം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹം അത് വേദിയിൽ തന്നെ പറയുകയുണ്ടായിരുന്നു. ഈ ജീവനക്കാരെല്ലാവരും സഹോദര തുല്യരായിട്ടാണ് താൻ കാണുന്നത്. അത്തരത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നുള്ളത് തന്റെ ലക്ഷ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു പ്രഖ്യാപനത്തിലേക്ക് കൂടി വന്നിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ഇത്തരത്തിലുള്ള പ്രൊമോഷനിലേക്ക് KSRTC കടക്കും. അധിക സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാകും, പക്ഷേ അവ അതിജീവിക്കാൻ KSRTC കഴിയുമെന്നുള്ള ഉറപ്പ് കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. സനീഷ്.